ഉണ്ണിച്ചേട്ടൻ തന്നെ എനിക്കൊരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഹായ് ദിസ് ഉണ്ണി മുകുന്ദൻ, ഇതുപോലെ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചു. പിന്നെ ഹനീഫ് അദേനി അദ്ദേഹമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മീറ്റ് ചെയ്തു. അപ്പോൾ ഹനീഫ് സാർ വിളിച്ചപ്പോൾ ചോദിച്ചു, ആ മുടി ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറേ, മുടി വെട്ടി, ഒരു 3 ദിവസം മുന്നേ മുടി വെട്ടി. കാരണം ഒരുപക്ഷെ ആ മുടി ഉണ്ടാകുന്ന ഇപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു ഒരു സൈക്കോ വില്ലനായ ഞാൻ മനസ്സിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ വീണല്ലേ എന്ന് പറഞ്ഞ കാര്യം അച്ഛൻ ഉടനെ ഇപ്പുറത്തുനിന്ന് എൻ്റെ അടുത്ത് കണ്ടാ അവിടെ കണ്ടാ. പക്ഷെ ഡബിങ്ങിൽ ഞാനിപ്പോൾ എൻ്റെ ഡബിങ് ഞാൻ എൻ്റെ അടുത്ത് റേറ്റ് ചെയ്യാൻ പറഞ്ഞു, സ്വയം റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനൊരു 10 ഒരു 3 വരെ ഞാൻ റേറ്റ് ചെയ്യുള്ളൂ ഡബിങ്ങിൽ. ബാക്കിയിൽ ഞാൻ ഓക്കെ, എനിക്ക് അത് മിസ്റ്റേക്സ് ഒന്നും അഭിനയത്തിൽ മിസ്റ്റേക്സ് ഒന്നും പക്ഷേ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത് ഡബിങ് തന്നെയാണ്. 1-2 ആണെങ്കിൽ പോലും ആ ഒരു സാധനം നല്ലൊരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് മതി. ഞാനതേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമസ്കാരം, ലൈവ് ലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും തരംഗം ഈ ഒരു മുഖം തന്നെയാണ്. അല്ലെങ്കിൽ റസലായിരിക്കും, അല്ലെങ്കിൽ അത് അഭിമന്യു ആയിരിക്കും. അഭിമന്യു ആണോ റസലാണോ ഇപ്പോൾ സ്റ്റാർ? റസൽ തന്നെയാണ് സ്റ്റാർ. ഹനീഫ് അദേനി അദ്ദേഹം ഉണ്ടാക്കിയ റസൽ ടോണി ഐസക് എന്നുള്ള കഥാപാത്രം നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു ഭയങ്കര ഒരു ബ്രൂട്ടൽ ഒരു നെറികെട്ട ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എല്ലാവരും ജനങ്ങളെല്ലാവരും സുന്ദരനായ ഒരു കൊടൂര വില്ലൻ അത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ ആയിരിക്കാം. അപ്പം നമ്മള് ജനറേഷൻ ക്രെഡിറ്റ് ഞാൻ ഹനീഫ് സാറിനെ കൊടുക്കണം. സാർ അത്രത്തോളം ഇരുന്ന് ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണത്. ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് ആ ഒരു ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് വന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് ഹനീഫ് സാറിന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം ഞാൻ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലോട്ട് എത്തിച്ചു എന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെ മുമ്പിൽ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ കാണിച്ചെന്നേ ഉള്ളൂ. അതെ, ഓക്കെ. അപ്പോൾ ഒരു ജനറേഷൻ നോക്കുകയാണെങ്കിൽ 3 തലമുറകളായിട്ട് ആ സിനിമയിൽ 3-ാം തലമുറയിലേക്ക് എപ്പോഴാണ് എൻട്രി എന്ന് കാത്തിരുന്നതാണോ ആരെങ്കിലും? എനിക്ക് ഈ പറയുന്ന പോലെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം, പഠിത്തം എല്ലാം കഴിഞ്ഞ് ഒന്ന് ലൈഫ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് സിനിമ ഓഫ് കോഴ്സ് ഒരു ഭാഗ്യപരീക്ഷണമാണല്ലോ. അപ്പോൾ എല്ലാം സെറ്റിൽ ആയതിനു ശേഷം മാത്രം അഭിനയത്തോട്ട് കയറിയാൽ മതി എന്നുള്ളൊരു പ്ലാനിൽ തന്നെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് പറഞ്ഞു തന്നതും. പിന്നെ ഞാനത് കേട്ട് ശരിയാ അങ്ങനെ മതി എന്നുള്ള പ്ലാനിൽ ഞാനും അങ്ങ് സ്വയം ആ ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ പറയുന്ന പോലെ നല്ലൊരു എൻട്രിയും കൂടെ വേണം. അതായത് ഒരു ലൈഫും സെറ്റിൽ ആവുക, പ്ലസ് അതിൻ്റെ കൂടെ നല്ലൊരു എൻട്രിയും കൂടെ വേണം. അതെ, നല്ലൊരു എൻട്രി. അപ്പോൾ അത് നല്ലൊരു ടീമിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിന് നല്ലൊരു ഇതുപോലത്തെ ഒരു ഇതുണ്ടാവും, ഒരു സ്വീകരണം ഉണ്ടാകും. അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് തന്നെ. ഓക്കെ. അപ്പം വീട്ടിലാണെങ്കിലും ഇപ്പം അച്ഛൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ. അപ്പോൾ ഫ്യൂച്ചർ പ്ലാനിൽ എപ്പോഴെങ്കിലും സിനിമ ഉണ്ടാവും എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനിങ്ങനെ എന്താണെന്ന്, എനിക്കിനി പഠിക്കാനാണോ അല്ല വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യാനോ, അതായത് വല്ല ദുബായിലോ ജർമ്മനിയിലോ UK ഒക്കെ പോകണമെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഫിലിം തന്നെ നിൽക്കാനാണ് പ്ലാൻ. ഓക്കെ. അപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അച്ഛൻ എനിക്കിങ്ങനെ ഫിലിമിൽ കയറണമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കയറ്റാനാണെങ്കിൽ എനിക്ക് നേരത്തെ കയറാമായിരുന്നു. പക്ഷേ ഞാൻ കയറിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ സിനിമയിലേക്ക് വന്നു. സിനിമ അതുപോലൊരു സിനിമ, ഒരു മാർക്കോ പോലുള്ള വലിയൊരു സിനിമ, ഇന്ന് വരെ മലയാളം സിനിമ കാണാത്തൊരു പാറ്റേൺ ജേണലുള്ള സിനിമ. ഈ ഒരു സിനിമയിലേക്ക് ഒരു ക്ഷണം എത്തുന്നത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പ്രൊസീജിയർ? ഉണ്ണിച്ചേട്ടൻ തന്നെ എനിക്കൊരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഹായ് ദിസ് ഉണ്ണി മുകുന്ദൻ, ഇതുപോലെ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചു. പിന്നെ ഹനീഫ് അദേനി അദ്ദേഹമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മീറ്റ് ചെയ്തു. ഇതാണ് ഒരു ക്യാരക്ടർ, എനിക്കൊരു ക്യാരക്ടർ ഒരു ആർട്ടൊക്കെ കാണിച്ചു. ഇതാണ് ക്യാരക്ടർ, ഇങ്ങനെ ആയിരിക്കും, സ്വഭാവം ഇങ്ങനെ ആയിരിക്കും, സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും, ഫുൾ ആറ്റിറ്റ്യൂഡ് സ്വാഗ്, എന്നാൽ ഒരു സൈക്കോട്ടിക് ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം. പക്ഷേ വേറൊരു വില്ലൻ അല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നീ വില്ലനാണ് പക്ഷെ വേറൊരു വില്ലൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാണ് കൊള്ളാം, പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഇയാളുടെ ഒരു സ്വഭാവം കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് കാരണം ഓരോ കൊലപാതകങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ കൊലപാതകത്തിനെ എൻജോയ് ചെയ്ത് കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ കൊള്ളാം, നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്കത് കേട്ടപ്പോൾ തന്നെ വേറൊന്നും പറയാനോ വേറൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ അപ്പോഴേ യെസ് പറഞ്ഞു. അപ്പം ഒരുപക്ഷെ വില്ലനായിട്ട് വരുമെന്ന്, അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്നത് എപ്പോഴും നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ, സിനിമയെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും അതിൻ്റെ ഒരു മെയിൻ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നായകനായിട്ട് വരാൻ എല്ലാവരുടെയും മനസ്സിലാഗ്രഹം. അപ്പോൾ അവിടെ വരുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ്, അതും ക്രൂരനായി ഇന്ന് വരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു വില്ലൻ ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ഇത് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എൻട്രി സ്വീകരിച്ചുകൊണ്ട് അബദ്ധം പറ്റുമോ എന്നുള്ളൊരു സംശയമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വില്ലൻ വേഷമാണെന്ന് എനിക്ക് ഇത്രയേ ഉള്ളൂ. വില്ലൻ വേഷം ചെയ്യാം, പക്ഷേ ഇങ്ങനത്തെ ഒരു ഐക്കോണിക് സാധനമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിനകത്ത് വേറെ ഒരു ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടീമും ഹനീഫ് അദേനി, ഷെറീഫ് മുഹമ്മദ്, ഉണ്ണി മുകുന്ദൻ ടീമും കൂടെ ഞാൻ കേട്ടപ്പോഴത്തേക്കും ഓക്കെ. ഞാൻ പിന്നെ എന്നോട് ഇങ്ങനത്തെ കഥാപാത്രം കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ പറഞ്ഞു. എനിക്ക് അതുവരെ ചിന്തിക്കാനൊന്നുമില്ല. ഒരു വില്ലൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാതെ എന്തെങ്കിലും ഉള്ള ഒരു സാധനം ആയപ്പോഴത്തേക്ക് അതിനകത്ത് ചെയ്യാനുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ പറഞ്ഞത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കോ കണ്ടവർക്കറിയാം, മാർക്കോ എന്ന ക്യാരക്ടറിനേക്കാൾ സ്ക്രീൻ
സ്പേസ് ഉള്ളതും ഈ ഒരു റസലിനാണെന്നാണ് എപ്പോഴും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഇപ്പൊ നമ്മളൊരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ പോലും ഫസ്റ്റ് സീക്വൻസ് മുതൽ ആ ഒരു 5 മിനിറ്റിന് മുമ്പ് തന്നെ റസൽ എത്തുന്നു. ആ റസൽ വൈൻഡപ്പിലേക്ക് എത്തുമ്പോൾ, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ 1 മിനിറ്റ് മുമ്പ് മാത്രമാണ് റസൽ വൈൻഡപ്പിലേക്ക് പോകുന്നത്. അപ്പൊ റസലിന് ഡയറക്റ്റ് ഒരു പ്ലേസ്മെന്റ് ആണ്. റസലിന്റെ ക്രൂരത ആദ്യം തന്നെ കാണിക്കുകയാണ് റസൽ ആരാണെന്ന്. റസൽ അവിടെ നിന്ന് ആ ഒരു ക്യാരക്ടറിനെ ബിൽറ്റപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം റസലിനെ എതിർക്കാൻ പറ്റുന്ന ഒരു ആള് മാർക്കോയാണ്. അപ്പോൾ മാർക്കോയ്ക്ക് കൃത്യമായി ശക്തമായ ഒരു എതിരാളി വേണമെന്ന് തിരഞ്ഞെടുത്ത് തന്നെയാണോ ഈ ഒരു ക്യാരക്ടർ എത്തിയത്? അതെ, അതായിരിക്കും. ഫിസിക്കൽ ലുക്കിലും എല്ലാത്തിലും. അതെ, കാരണം ഹനീഫ് അത്തേനി സാർ എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിടാ ഫിസിക്ക് ഒന്ന് നീ നോക്കണം, കാരണം ലുക്ക് മാത്രം പോരാ, എന്നെ തന്നെ എടുത്താലും അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഒന്ന് നീ ചെയ്യണം എന്ന് പറയും. കാരണം അതിപ്പോൾ ഞാൻ ചെയ്തല്ലേ പറ്റൂ, ബാക്കിയൊക്കെ നമുക്ക് അവർ ചെയ്യും, പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതിൻ്റെതായ വർക്കൗട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും അതിൻ്റെതായ കുറച്ച് ചേഞ്ചസ്. കാരണം ഉണ്ണിച്ചേട്ടനായിട്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പുള്ളിയുടെ ശരീരവും എൻ്റെ ശരീരവും വലിയ ആപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് നിൽക്കും, പുള്ളിയുടെ 2 ഇടി കൊള്ളുമ്പോൾ അത് കൊള്ളായിട്ട് ഫീൽ വരണ്ടേ. ഇടി കിട്ടിയോ നേരിട്ട്? ഇല്ല, ഇടിയൊന്നുമില്ല. ഞങ്ങൾ ആ രീതിയിലുള്ള ഓഫ്കോഴ്സ് ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ദേഹത്തുള്ള അങ്ങനെയല്ല. പുള്ളി ആ കാര്യത്തിലേക്ക് അടിപൊളി, ഭയങ്കര ടൈമിങ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ ആ ഒരു ഫീൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഇവന് ഉണ്ണിമുന്തിനെ ഒരു ഇടി കിട്ടിയാൽ ഏൽക്കുന്ന ശരീരമാണെന്നുള്ളൊരു ഫീൽ വരണ്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ക്യാരക്ടറിലേക്ക് വന്നത് സെലക്ഷൻ. അപ്പൊ ഉണ്ണിമുന്തൻ വിളിച്ചു എന്ന് പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ വിളിച്ചു, അത് അല്ല ഒരു മെസ്സേജ് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു കോൺടാക്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിക്കും അഭിമന്യുവിനെ കുറിച്ച് ഉണ്ണിമുകുന്ദൻ അറിയുന്നത്? ഇല്ല, ഉണ്ണിച്ചേട്ടൻ എനിക്കറിയാം, ഉണ്ണിച്ചേട്ടൻ എന്നെ അറിയില്ലായിരുന്നാണോ, അതായത് എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടൻ എന്നെ അറിയാമായിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ണിച്ചേട്ടൻ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഓരോരോ സീൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷനീം സെയ്ദ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ പറ്റി ഉണ്ണിച്ചേട്ടനോട് ഈ ഇങ്ങനെ ഒരാളുണ്ട്, ഇതിന് പറ്റിയ ഒരാളായിരിക്കും എന്ന് എന്നെ പറ്റി എൻ്റെ ഫോട്ടോസും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഈ ഉണ്ണിച്ചേട്ടനെയും ഡയറക്ടറെയും മറ്റുള്ള ആരോടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ അന്നത്തെ നോക്കിക്കളയാൻ എന്ന് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ എന്നെ വിളിക്കുന്നത്, എന്നെ കോൺടാക്ട് ഞങ്ങൾ നേരിൽ കാണുന്നത് ചെയ്യുന്നത്. ഇനി ഞാൻ പിന്നെയും ചോദിച്ചു, അത് ഈ ഇടയ്ക്കാണ് ചോദിച്ചത്, നിങ്ങളെങ്ങനെ എന്നെ കണ്ടു, ഞാൻ നിങ്ങൾക്ക് ഞാൻ മനസ്സിലായി പറഞ്ഞു. ഒരു ഫോട്ടോ ഇടയ്ക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിരുന്നു. ഞാനും അച്ഛനും ഗ്രാൻഡ് ഫാദറൂടെ നിൽക്കുന്ന ഒരു ആർട്ട് വർക്ക് ചെയ്തൊരു പടം. ഞാനും അച്ഛനും അമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗിരിശങ്കർ എന്ന് പറഞ്ഞൊരു പയ്യൻ അതിനെ എഡിറ്റ് ചെയ്ത് എൻ്റെ അച്ഛനെ അതിനകത്ത് എഡിറ്റ് ചെയ്ത് അവൻ്റെ ഐപാഡിൽ അവനത് എഡിറ്റ് ചെയ്ത് കയറ്റി. അപ്പോൾ ആ ഫോട്ടോയൊക്കെ അവൻ എനിക്ക് വീട്ടിൽ കൊണ്ട് തരുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് അത് കുറച്ച് വൈറലായിരുന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ ഫോട്ടോ ഇതുപോലെ ഷനീം സെയ്ദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെയാണ് പുള്ളി ഓർത്ത് വെച്ചത്. അപ്പൊ ഒരു കാസ്റ്റ് മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ അഭിമന്യുവിന്റെ മുഖമാണ് വന്നത്. അതെ. അപ്പോൾ ഹനീഫ് സാർ എന്നെ ഫസ്റ്റ് വിളിച്ച് ചോദിച്ച കാര്യം ഇതായിരുന്നു. കാരണം ആ ഫോട്ടോയിലൊക്കെ ഒരുപാട് മുടിയുണ്ട് എനിക്ക്. അപ്പോൾ ഹനീഫ് സാർ വിളിച്ചപ്പോൾ ചോദിച്ചു, ആ മുടി ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറേ, മുടി വെട്ടി, ഒരു 3 ദിവസം മുന്നേ മുടി വെട്ടി. കാരണം ഒരു പക്ഷേ ആ മുടി ഉണ്ടാകുന്ന ഇപ്പോൾ വേറൊരു രീതിയിലുള്ളൊരു വേറൊരു സൈക്കോ വില്ലനായ രൂപത്തിൽ കുറച്ചുകൂടെ എളുപ്പം കൊണ്ടുവരായിരുന്നു അല്ലേ, മുടിയൊക്കെ കഴിച്ചിടുമ്പോൾ ഉള്ളൊരു വേറെ ലുക്കായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കോ എന്ന് പറയുന്ന ഫിലിം നമ്മൾ ഇന്ന് വരെ മലയാളത്തിൽ കാണാത്തൊരു സ്റ്റൈലാണ്. അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ കളർ ഗ്രേഡിയൻസ് ആണെങ്കിലും, പിന്നെ ഇപ്പോൾ അതിൽ ഈ കോസ്റ്റ്യൂംസ്, അതിൽ യൂസ് ചെയ്ത വാഹനങ്ങൾ എല്ലാം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സെറ്റിലേക്ക് എത്തി ഈ ഒരു കഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഒരു വില്ലൻ്റെ റോളും എല്ലാം നമ്മൾ ഉള്ളിലേക്ക് എത്തിയപ്പം എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ അവർ പറഞ്ഞു തരും. എന്തായാലും ഡയറക്ടർ പറഞ്ഞു തരും. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ മനസ്സിൽ ക്യാരക്ടർ മനസ്സിലായാലും നമ്മൾ ലുക്ക് വൈസും നമുക്ക് അവിടെ മാറണമല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് ഡേക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഇത് ചെയ്യും, ആകെ നെർവസ് ആയിരുന്നു. ഇത്രയും വലിയൊരു ക്രൂ, ഞാൻ ഇതിനു മുന്നേ അച്ഛൻ്റെ കൂടെ പല സെറ്റിലും പോയിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ കൂടെ പോയതാണ്. പക്ഷേ ഇത് സൈഡിൽ നിൽക്കുമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനായിട്ട് ഒറ്റയ്ക്ക് ചെല്ലുന്നു, ഇത്രയും വലിയൊരു ക്രൂവിനെ കണ്ട് ഞാൻ ആകെ പേടിച്ചു. അന്ന് എന്തെങ്കിലും എന്താവും, പിന്നെ ഓപ്ഷനില്ല, ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഞാൻ ക്യാരവനിലോട്ട് കയറി ഫുൾ കോസ്റ്റ്യൂം മാറിയപ്പോൾ തന്നെ ഏകദേശം വേറൊരു ലുക്കായി. അതിനുശേഷം മേക്കപ്പ് ടീം വന്ന് അവിടെ സുധിച്ചേട്ടൻ വന്ന് ഇതുപോലെ മേക്കപ്പ് ചെയ്ത് ഫുൾ അഭിമന്യുവിനെ റസലിലോട്ട് മാറ്റി. അപ്പം ഞാൻ മിററിൽ നോക്കുമ്പോൾ ഇത് അഭിമന്യു അല്ല, ഇത് റസലാണ്. കാരണം എൻ്റെ ലുക്കും പേഴ്സണാലിറ്റി എല്ലാം മാറി. ലെൻസ്, ഇവിടുത്തെ വെട്ടുപാടും മുടി ഹെയർ സ്റ്റൈൽ എല്ലാം മാറ്റി. ഇപ്പോൾ തന്നെ ആള് മാറി, കോൺഫിഡൻസ് കൂടി. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ വന്ന്. അതുവരെ ഉണ്ടായിരുന്ന പേടി ഈ ഡ്രസ്സ് ഇതൊക്കെ ഇട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ നേരെ ചെയ്തു. ക്യാമറ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞല്ലേ, ഈ ലുക്ക് വൈസ് എല്ലാം മാറിയപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയി. ആ പേടി മൊത്തം പോയി. പിന്നെ അവിടെ പോയി ഞാനങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ.
ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയിരുന്നോ ശരിക്കും ഫസ്റ്റ് ഷോട്ട് കുഴപ്പമില്ല, പക്ഷെ സെക്കൻഡ് ഡേയിലത്തെ ഒരു ഷോട്ട് ഞാൻ ആകെ പെട്ടുപോയി. ഞാൻ ആകെ ചെറിയൊരു റിയാക്ഷൻ, ഒരു കണ്ട് പേടിക്കുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പൊ മാർക്കോയുടെ ഏത് ഷോട്ടായിരിക്കും ആദ്യം എടുത്തത് താങ്കളുടെ? എന്റെ അഭിമന്യുവിന്റെ എന്റെ എടുത്തത് ഒരു സീൻ മൂന്നാറിൽ വെച്ചിട്ടുള്ള ഒരു ഡിഫൻഡറിന്റെ മേളിലിരിക്കുന്നത്, അതായിരുന്നു ഫസ്റ്റ് ഡേ. മാർക്കോടെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നത് അത് തന്നെയായിരുന്നു, എന്റെ തന്നെയായിരുന്നു ആദ്യം എടുക്കുന്നത്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര എന്താ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് എടുത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രിവ്യൂ ജസ്റ്റ് കാണാലോ, ആ സമയത്ത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ആയിരിക്കും. എഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ലെവലിൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഓൺലൈൻ എഡിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. തീർച്ചയായും ഞാൻ ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സീൻ മൂന്നാറിൽ ഡിഫൻഡറുകളെല്ലാം വന്ന് നിൽക്കുന്നു, അവിടെ മിഷൻ വാളൊക്കെ വെച്ചിട്ട് അറക്ക് നടക്കുന്നു. ഇതിൽ ശരിക്കും ആദ്യം പ്രേക്ഷകർ ഈ സിനിമ ഡെഡ് എൻഡായി, ഇനിയൊന്നുമില്ല. കാരണം രണ്ടാമത് മാർക്കോയുടെ സൗഹൃദത്തിനോട് ചോദിക്കുന്ന വേദനയുണ്ടോ നിനക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് എല്ലാരെയും അറക്കുകയാണ്. ലാസ്റ്റ് റസൽ അവിടെ കിടക്കുകയാണ്. ആ റസലിന് ഇപ്പൊ ഞങ്ങളെല്ലാവരും വിചാരിക്കും റസലിനെ ഇപ്പൊ അറക്കും, സിനിമ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് റസൽ അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പൊ റസൽ എപ്പോഴും ഒരു ട്വിസ്റ്റ് മേക്കറും കൂടാണ് സിനിമ എല്ലായിടത്തും. അവിടെ ഒരു ട്വിസ്റ്റ് എല്ലായിടത്തും. റസലിന്റെ എനിക്കൊരു പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ റസലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചായൻ വിളിക്കുന്ന ഒരു സീനുണ്ട് ആ വണ്ടിയിൽ വെച്ച്, ഈ മൂന്നാർ സ്ഥലത്തെ ഈ ലൊക്കേഷൻ. ആ സമയത്ത് ആസിദ്ദിഖൊക്കെ വിളിക്കുന്ന സീനുണ്ട്. അപ്പൊ വിളിക്കുമ്പോൾ ഇച്ചായൻ എന്ന് വണ്ടിയിൽ എഴുതി കാണിക്കുന്നു, നമ്മളെ കൂടെ നടന്ന് ചതിക്കുന്നത് റസലാണെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന സമയത്ത് ഉണ്ണിമുകുന്ദനെ കൊടുക്കുന്ന ഓപ്പോസിറ്റ് റിയാക്ഷൻ സുരക്ഷയില്ല. ആ ഒരു റിയാക്ഷൻ ഒരുപക്ഷെ ഹുക്കപ്പ് ചെയ്ത് എല്ലാ മലയാളികളുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് യൂത്തിന്റെ മനസ്സിൽ ഹുക്കപ്പ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതൊരു പ്രത്യേക എന്തോ ഒരു പ്രത്യേക ഫീൽ ഉള്ളതായിരുന്നു. കാരണം ഒരിക്കലും നമ്മൾ അവിടെ ഒരു റസൽ ഉണ്ടെന്ന് പ്ലാൻ ചെയ്യുന്നില്ല, പ്രേക്ഷകൻ മനസ്സിലാവുന്നില്ല. ആ ഒരു പാനിങ് കഴിയുമ്പോൾ റസല് ഓപ്പോസിറ്റ് കൊടുക്കുന്ന റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ ഓർക്കുന്നുണ്ടോ അത്? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരു നാച്ചുറൽ റിയാക്ഷൻ ആവാം. അല്ല, എന്റെ പറഞ്ഞു. കാരണം അന്നേരം എന്നെ സംബന്ധിച്ച് ആക്ഷൻ പറഞ്ഞാൽ ക്യാരക്ടറാണ്. അതുവരെ ആക്ഷൻ അല്ല, ആക്ഷൻ പറഞ്ഞ ക്യാരക്ടറാണ്. അന്നേരം അവിടുത്തെ ആ ശരിക്കും സ്ക്രിപ്റ്റ് എന്താണ് സംഭവം അത് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. അവിടെ അതായിട്ട് ജീവിക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഞാൻ എന്റെ കാര്യം പറയും. ആക്ഷൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ആ ക്യാരക്ടറായിട്ട് പിന്നെ അവിടെ ജീവിക്കുക. കട്ട് പറയുന്നതിലും പറഞ്ഞാൽ ഞാൻ ക്യാരക്ടറായിട്ട് ജീവിക്കുക. അവിടെ ലുക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെ സാധനം കൊടുക്കുക കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ ആ ലുക്ക് കൊടുക്കുക. ഞാൻ നമ്മുടെ ഇംപ്രവൈസ് ചെയ്തെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ശരിക്കും അതിൽ ഫിലിമിൽ? ചെയ്തിട്ടുണ്ട്, ഒരുപാട് അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. ആ സിലിണ്ടർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കും അതൊക്കെ ഞാൻ അതും ശരിക്കും പറഞ്ഞാൽ ഐക്കോണിക് ആയിട്ടുള്ള ചില ഇമ്പാക്റ്റുകൾ എന്റെ അടുത്ത് പറഞ്ഞ സിലിണ്ടർ വെച്ച് നിന്റെ രീതിയിൽ ചെയ്തോളാനാ പറഞ്ഞത്. പക്ഷെ അത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സീൻ. അതെ അത് കഴിഞ്ഞിട്ട് ഈ നക്കുന്ന സീൻ അത് ഞാൻ തന്നെ അവിടെ ചുമ്മാ ഇരുന്നപ്പോ കൊച്ചിനെ കണ്ടതിന്റെ ഒരു ഇതിൽ ഞാൻ അങ്ങ് സ്വയം അങ്ങ് ചെയ്തൊരു സാധനമാണ്. അത് കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു ഈ ഒരു സീക്വൻസ് കണ്ടിട്ട്? അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയോ? ഇല്ല, ഞാൻ സിനിമ കണ്ടിട്ടൊന്നും പറഞ്ഞില്ല. കാരണം അമ്മ സിനിമ എൻജോയ് ചെയ്യുമായിരുന്നില്ല. കാരണം അമ്മ എന്റെ അഭിനയം നോക്കി ഫോക്കസ് ചെയ്തു. അമ്മ സിനിമ ഒരിക്കലും അമ്മ ഒറ്റ തവണ കണ്ടില്ല. അമ്മ എൻജോയ് ചെയ്തിട്ടില്ല. അമ്മ ഒരു തവണ കാണാൻ പോകണമെന്ന് ഇരിക്കുവാണ്. വീടിനപ്പുറത്തുനിന്ന് 2 ചേച്ചിമാരുണ്ട്, അവരോട് കാണാൻ പോകണമെന്ന് ഇരിക്കുവാണ്. പക്ഷെ ഞാൻ ഈ സീൻ ചെയ്ത സമയത്ത് അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അയ്യോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി, അതിന്റെ ആവശ്യം എന്താ, ഇനിയിപ്പോ എല്ലാവരും നിന്നെ വെറുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞത് അതൊക്കെ ഇതല്ലേ, ഞാനല്ല മീൻസ് എന്താണ് അഭിനയില്ല, എന്താ കുഴപ്പം, എന്താ ഞാൻ അച്ഛൻ എന്തൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു. ചെയ്തിട്ടില്ല, അച്ഛൻ വാഗൊണ്ടും എല്ലാം പറയുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ പൊതുവേ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും നമ്മുടെ സിനിമകൾ കാണുമ്പോൾ ചില ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് ജീവിതത്തിലൊരു കാര്യമായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ നെഗറ്റീവായിട്ടുള്ള തിയേറ്ററിൽ നിന്ന്, ചേച്ചിമാർ, അമ്മമാർ? ഇല്ല, തിയേറ്ററിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഇവരോട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ചിലര് ഈ പറഞ്ഞ കോമഡി ആയിട്ടൊക്കെ തന്നെ മെസ്സേജ് നമുക്ക് മെസ്സേജ് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, കമന്റ്സും വായിക്കുമ്പോൾ ഫീൽ ചെയ്യാം. ആരെങ്കിലും റസലിനെ കുറിച്ച് ഇടിക്കണോ? ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന കമന്റുകളായാലും മെസ്സേജസ് ആയാലും ഇഷ്ടംപോലെ വരാറുണ്ട് കമന്റ്സ്. പക്ഷെ എല്ലാ റീൽസിനും കാണാൻ പറ്റുന്നില്ല ഇതില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജസ് എല്ലാം ഞാൻ വായിക്കും. അത് ഇഷ്ടംപോലെ വരുന്നത്. പക്ഷെ എല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടമാണ് വായിക്കാൻ. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഓരോരുത്തർ റിയാക്ഷൻ അവരുടെ എന്നെ പറ്റി കുറ്റം പറയുകയാണെങ്കിലും നല്ലത് പറയുകയാണെങ്കിലും അത് അറിഞ്ഞാലല്ലേ നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ വരുന്ന മെസ്സേജസ് എല്ലാം ഫുൾ ഇരുന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി ഇതുപോലെ എന്തോ ഇന്ന് വായിച്ചതാ, അവിടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്ന ഞാൻ തലവണ്ട അടിച്ചാൽ പൊട്ടിച്ചിരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറെ ആംഗ്രി സ്മൈലി ആക്കിയിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ അയച്ചേക്കുന്നു. പക്ഷേ ഓപ്പോസിറ്റ് വന്നോ, സ്നേഹിച്ചുകൊണ്ടുള്ള സ്മൈലീസ് വന്നോ? അങ്ങനെ വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക്. ഞങ്ങള് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് പ്രേക്ഷകർ ചിന്തിക്കുന്നത്
ഇത്ര സുന്ദരനായ ഒരു വില്ലനെ എന്തിനാണ് പ്ലേസ് ചെയ്തത്? വില്ലനിസം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു വാള് കൊണ്ട് വെട്ടൊക്കെ കൊണ്ട് കുറച്ചുകൂടെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുന്നു. ഈ ക്രൂരതയൊക്കെ കാണിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് സ്നേഹം തോന്നുന്നു ആരെങ്കിലും ഒക്കെ പറഞ്ഞോ? ഇല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനി കിടക്കുക വായിക്കാനാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൊള്ളാന്നൊക്കെ ഓവറോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് അയച്ചേക്കുന്നത്. ഈ ഒരു പ്രീ റിലീസ് സമയം തൊട്ട് ഈ സിനിമ ചർച്ചയാണ്. കാരണം നമുക്ക് കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിയേറ്ററിൽ ഇതിന്റെ തിയേറ്റർ ട്രെയിലേഴ്സ് എല്ലാം വന്നു തുടങ്ങി. അതിനുശേഷം ഒരുപാട് ചർച്ചയായി. പിന്നെ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ജഗദീഷ് ചേട്ടന്റെ ഒരു ക്യാരക്ടർ എല്ലാം റിവീൽ ചെയ്ത് വന്നിരുന്നതാണ്. അപ്പോഴും അഭിമന്യു ഒരു മറയിൽ തന്നെയായിരുന്നു കുറെ നാളത്തേക്ക്. അഭിമന്യുവിനെ ആ ഒരു മറയിൽ നിർത്തിയത് ഇന്റൻഷനലി ആയിരുന്നു. ഒരു ഇമ്പാക്ട് പിന്നെ കിട്ടാനാ വേണ്ട, എനിക്കും താല്പര്യമില്ല എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാർക്കോ ചെറിയൊരു വേഷമുണ്ട് എന്നുവെച്ചാൽ പലരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ നീ മാർക്കിലുണ്ട്, ഞാൻ ഇൻഡസ്ട്രിയിൽ തന്നെയാണോ? ആ ഇൻഡസ്ട്രി ഉള്ളവരും അല്ലാത്തവരൊക്കെ ഇൻഡസ്ട്രി അല്ലാത്ത പറയുമ്പോൾ മാർക്കലുണ്ട്, ചെറിയ വേഷം ചെയ്യുന്നു എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എന്ത് വേഷമാണ് എന്നൊന്നും ഞാൻ പറയാനൊന്നും പോയൊന്നുമില്ല. അടുത്തുള്ള വളരെ കൂട്ടുകാരുടെ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ എൻ്റെ ട്രെയിനർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലിയിലുള്ള കുറച്ച് പേര് അത്ര ഞാൻ പറഞ്ഞുള്ളൂ മെയിൻ വില്ലനാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ലീഡ് ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞു. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പ്രതിനായകനല്ല നായകൻ എന്നാണ് ഇപ്പം സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ. അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചോദിക്കാം. നമ്മൾ ഇപ്പൊ ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ആള് തന്നെ, ഉണ്ണിമുകുന്ദൻ, അദ്ദേഹം തന്നെ ഒരു സ്വന്തമായ ഒരു വഴി വെട്ടി വന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ അദ്ദേഹം ഒരാളെയും കൂടെ ഒരു ഹെൽപ്പ് ചെയ്യാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ. അതും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന, തോളോട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിലേക്ക് കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു യൂത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പുതിയൊരു ജനറേഷൻ്റെ ഒരാൾക്ക് ഭയങ്കര സൗഭാഗ്യമാണ്. ഇത് പറയുമ്പോഴും വേറൊരു രീതിയിലും കൂടെ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ചയുണ്ട്. നെപ്പോട്ടിസം എവിടെയെങ്കിലും ഉണ്ടോ? ശരിക്കും നെപ്പോട്ടിസം ആണോ ഈ ഒരു എൻട്രിക്ക് കാര്യം? അച്ഛൻ്റെ ഒരു എപ്പോഴെങ്കിലും അച്ഛൻ സിനിമയിൽ കയറ്റാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ എന്നെ ഒരിക്കലും ആരുടെടുത്തലും റെക്കമെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എനിക്ക് വേണ്ടി ഒരാൾ റെക്കമെൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഞാൻ അങ്ങനെ ഒരാളെ പോയി സഹായം ചോദിച്ച് എന്നെ ഒരു പടത്തിലെടുക്കുക, അത് പടത്തിൽ നിന്നല്ല എന്ത് കാര്യത്തിനാണെങ്കിലും എനിക്ക് അവിടെ ഒരു പരിഗണന തരുമെന്ന് ചോദിക്കുന്നത് എനിക്കിഷ്ടം, എൻ്റെ സ്വഭാവത്തിലുള്ളൊരു കാര്യമല്ല അത്. പക്ഷെ അച്ഛൻ എന്നെ ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴും ഈ പറയുന്ന പോലെ എന്നെ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കാൻ മോഡുലേഷനെ പറ്റി പറ്റിയൊക്കെ എനിക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ VFX പഠിക്കാൻ പോയി, എഡിറ്റിംഗ് പഠിക്കാൻ പോയി. അപ്പോൾ അതൊക്കെ പോയപ്പോഴും അതൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടാണ്. എനിക്ക് ആദ്യം താല്പര്യം ഇല്ലായിരുന്നു പഠിക്കാൻ, പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഇതിൻ്റെ ഗുണം എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പോൾ അങ്ങനെയൊക്കെ അച്ഛൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ടോ ഒരിക്കലും ചാൻസ് ചോദിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ കയറാറുണ്ടല്ലോ, എത്ര വർഷം മുന്നേ സിനിമയിൽ കയറാറുന്നല്ലോ എനിക്ക്. അതെ, ഒരിക്കലും വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ബാക്ക്, ഇപ്പോൾ കൊച്ചനാണെങ്കിലും ഫിലിമിലുണ്ട്, ഡബിംഗ് മേഖലയിലുണ്ട്, സീരിയൽ മേഖലയിലുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിലുണ്ട് അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ ആരുടെയും ഒരു സഹായം ഇല്ലാതെ തന്നെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ പിന്നെ നെപ്പോട്ടിസം എന്ന് പറയുന്ന വാക്കിന് അവിടെ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിനിമയിലേക്ക് തന്നെ ആകാം. സിനിമയിലേക്ക് വരുമ്പോൾ കുറേ സീൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ക്രുവൽറ്റി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അത്രയും കൊടൂരമായ ക്രൂരത കാണിക്കുന്ന സീൻസ് ഉണ്ട്. ഏതെങ്കിലും സീൻസ് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ചെയ്താൽ ഇത് എന്താവും എന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും സീൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറയാം. ഇനി ഉണ്ടെങ്കിൽ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ലൊന്നും ഞാൻ പറയില്ല. എന്തെന്നാലും ഞാൻ ചെയ്യാൻ റെഡിയാണ്. അതിപ്പോ ക്രൂവൽറ്റിയാണ്, എന്ത് തന്നാലും ചെയ്യണമല്ലോ. ഓക്കെ, നമ്മൾ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് സമയത്ത് ഈ ഒരു സിനിമ ഇത്രയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആ ഒരു ടീമിനുണ്ടായിരുന്നു? എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സിനിമ മേക്ക് ചെയ്യുന്ന രീതിയാണ് എൻ്റെ അടുത്ത് പറയുമ്പോഴൊന്നും, കഥ പറയുമ്പോഴെങ്കിലും സിനിമ മേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ ദിവസം ആകുമ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് വേറെ ലെവൽ മേക്കിംഗ് ആണ്, വേറെ ലെവൽ മേക്കിംഗ്. പക്ഷെ സ്റ്റോറി പറയുന്നതിൽ ചിലർ പറഞ്ഞ കുറ്റം പറയാനും അതൊക്കെ വരുമായിരിക്കും. പക്ഷേ എനിക്ക് പേഴ്സണലി അതെല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞവർ അവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് എനിക്കാരും അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തോന്നി. എനിക്കെല്ലാം മേക്കിംഗ് പ്രത്യേകിച്ച് വേറെ ലെവലായിട്ടാണ് സാധനം മാർക്കോ മേക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിലും സ്റ്റോറി ലൈനിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല സിനിമകളിൽ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട് എന്തായാലും വരും, എവിടെന്നെങ്കിലും ഒക്കെ അത് കറങ്ങി തിരിഞ്ഞ് കാണും. അതെ, ഒരു പാസം, കുടുംബത്തിനുള്ള ഒരു പാസവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പക്ഷേ ഇതിൽ നിന്ന് അതിന്റെ ജോണറാണ് ചേഞ്ച് വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത അത്രയും ഒരു
നെഗറ്റീവ് കഥ പറയും. ഇപ്പം ഇപ്പം നായകൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നായകനും വലിയ ക്രൂരത തന്നെയാണ് അതിൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിവെഞ്ചിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ റസൽ എന്ന ക്യാരക്ടർ അച്ഛനെ അത്രയും ക്രൂരത ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം രണ്ടും വില്ലനായിട്ട് അവിടെ കൂട്ടാം അല്ലേ? ഓക്കെ. അപ്പോൾ സിനിമ ഇനിയിപ്പം ഈ ഒരു ക്യാരക്ടർ, ഈ റസൽ ക്യാരക്ടറിൽ ഒരു എന്തെങ്കിലും ഒരു ആഡ് ഓൺ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടോ റസലിൻ്റെ ക്യാരക്ടറിൽ? ഇപ്പം റസൽ പൂർണ്ണനാണ്. എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് ഹനീഫ് സാർ ആ ഒരു റസൽ ക്യാരക്ടർ ഉണ്ടാക്കിയത് 100% പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഹനീഫ് അദേനി അദ്ദേഹം ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തപ്പോൾ അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഞാൻ എന്തെങ്കിലും ചെയ്ത് വല്ലതും കുറഞ്ഞു പോയെങ്കിൽ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ജഗദീഷ് ചേട്ടൻ്റെ ഒരു കാര്യം കൂടെ എടുക്കാം. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടറാണ് വന്നത്. അപ്പം ജഗദീഷ് ചേട്ടനെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് മൈ സൺ റസൽ എന്ന് പറഞ്ഞത്. അപ്പം ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആ ഒരു കോംബോ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും വലിയൊരു ജഗദീഷ് ഞങ്ങളോട് വർക്ക് ചെയ്യാൻ പുള്ളി ഭയങ്കര ഒരു പോസിറ്റീവ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും എനിക്ക് ഞാൻ ആദ്യമല്ലേ, അപ്പൊ എനിക്ക് പോയി നിന്ന് ഡയലോഗ് പറഞ്ഞ് കാണാൻ പഠിച്ച് പറയുമല്ല ചെയ്യുമെന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ജഗദീഷ് ഞങ്ങൾ പറഞ്ഞ് അബി അത് ഇങ്ങനത്തെ ഒരു സാധനം ഇട്ട് ചെയ്താൽ നൈസായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ അതും കൂടെ എനിക്ക് ക്ലിക്കായി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി. അപ്പോൾ എന്താണ് സിനിമയിലെ അച്ഛനാണെങ്കിലും എൻ്റെ ലൈഫിലെ അച്ഛനാണെങ്കിലും രണ്ടുപേരും എന്നെ ഒരുപാട് രീതിയിൽ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളും തന്ന് എന്നെ ഒരുപാട് രീതിയിൽ തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞതും എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. ഏകദേശം ഞങ്ങൾ പറഞ്ഞ കാര്യമാണെങ്കിലും എനിക്ക് ഒരുപാട് എന്താ പറയുക ഇതിൽ യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ. അച്ഛൻ ഈ ഒരു സിനിമയിലേക്ക് എൻട്രിക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, അതിനുശേഷം നമ്മൾ ഒരു ഫിക്സ് ആവുന്നു, നമ്മളിതിൻ്റെ ഒരു ലീഡ് ചെയ്യുന്നു ക്യാരക്ടർ. അപ്പോൾ അച്ഛൻ എന്തൊക്കെയായിരുന്നു ഒരു ഉപദേശം തന്ന ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ? സിനിമ എന്നല്ല, ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരു ഉപദേശം തന്നു? അച്ഛൻ ഉപദേശം തന്നൊന്നുമില്ല. അമ്മയാണ് കൂടുതലും തന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ അങ്ങനെ ചെന്ന് ഒരാളടുത്ത് മിണ്ടുന്ന ഒരു ടൈപ്പ് അല്ല. എൻ്റെ അടുത്ത് അതിന് പേര് വയ്ക്കാൻ വന്നാൽ പോലും എൻ്റെ പേര് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. തിരിച്ച് അങ്ങോട്ട് പേര് വയ്ക്കാനൊന്നും ഞാൻ പോകാറില്ല. അപ്പോൾ ഞാൻ ഒരു ഷൈ ക്യാരക്ടറാണ്. അപ്പോൾ എവിടെയെങ്കിലും എന്താണ് പറയുക, ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ റീൽസും വല്ലതും കണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വല്ലതും കണ്ട് ഞാൻ അവിടെ മാറിയിരിക്കുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നു ഞാൻ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാം പ്രത്യേകിച്ച് ഈ ക്യാമറയുടെ മുമ്പിലത്തെ ആ ഒരു പേടി ഷൈനസ് മാറണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ അടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുവാണെങ്കിൽ തന്നെ കുറേയൊക്കെ ഷൈ നമ്മൾ മാറും. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു, നീ എല്ലായിടത്തും സംസാരിക്കണം, അവിടെ ഈ പറയുന്ന പോലെ മാറി നിൽക്കരുത്, സംസാരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സെറ്റിൽ വന്ന് എല്ലാവരുടെ അടുത്ത് ഓടിയിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു സ്വഭാവം ഞാൻ മാറ്റാൻ തുടങ്ങി. അത് എന്നിൽ ഞാൻ കണ്ട ഒരു നെഗറ്റീവ് സ്വഭാവമായിരുന്നു. പക്ഷെ അത് ഈ പടത്തിലൂടെ ഞാൻ അതങ്ങ് മാറ്റിയത്. എല്ലാവരുടെ ചെന്ന് സംസാരിക്കാനും അവരെ പരിചയപ്പെടാനും ഇങ്ങോട്ട് പേര് ചോദിച്ചാൽ അങ്ങോട്ട് പേര് ചോദിക്കാനും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ക്യാരക്ടർ ഞാൻ ഡെവലപ്പ് ചെയ്തു. അതൊരു വലിയ ചേഞ്ച് തന്നെ. അതൊരു വലിയൊരു സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയ ചേഞ്ച് അതാണ്. ഈ സ്വഭാവമുള്ള എൻ്റെ റിയൽ ലൈഫിലെ ഒരു ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. അതെ. അതായത് ഈ ഒരു സിനിമയിൽ കൊണ്ട് ഏറ്റവും ആദ്യം ഉണ്ടായ ചേഞ്ച് എൻ്റെ ലൈഫിൽ തന്നെ. അതെ. നോർമൽ ലൈഫ് സ്റ്റൈലിൽ പൊയ്ക്കൊണ്ടിരുന്ന ആള് സിനിമ റിലീസായി, ഇപ്പം നമ്മൾ സെലിബ്രിറ്റി ആയി. ഇപ്പോൾ സെലിബ്രിറ്റി ആയതിനു ശേഷം നോർമൽ ലൈഫിൽ ബുദ്ധിമുട്ടുകളുണ്ടോ? പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ട് ആളുകൾ എപ്പോഴും തിരിച്ചറിയാൻ തുടങ്ങിയോ റസലിനെ? ഞാൻ അന്നും ഇന്നും ഇപ്പോഴും ഞാൻ കാറിൽ തന്നെയാണ്. അത് എങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങുമല്ലോ. ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല. വളരെ വീട് ഇപ്പം അത്രയ്ക്ക് തന്നെ അമ്മയുടെ കൂടെ ഒന്ന് പുറത്തോട്ട് പോകും, എന്തെങ്കിലും ഷോപ്പിങ്ങിനോ എല്ലാം പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ പുറത്തിറങ്ങുന്നൊരു ഇതില്ല. എന്നാലും കണ്ടാൽ മനസ്സിലാവുന്നവരുണ്ട്, വന്ന് ചോദിച്ച് ഫോട്ടോ എടുക്കുന്നവരുണ്ട്, അതേ ഉള്ളൂ. ഓക്കെ. ഫാമിലി റെസ്പോൺസ് എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് ശേഷം? ഫാമിലി റെസ്പോൺസ്, അമ്മ, അച്ഛൻ, അതുപോലെ റിലേറ്റീവ്സ്? അച്ഛനും അമ്മയും അവർക്ക് ഒരുപാട് ഹാപ്പിയായി. റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നീ ചീത്ത പേര് വിളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്ത് ഗംഭീരമായി ചെയ്തു എന്നൊക്കെ തന്നെ. ഇന്ന് അച്ഛൻ്റെ അനിയൻ വിളിച്ചിരുന്നു രാവിലെ. അവർ ഇന്നലെയാണ് കണ്ടത് പടം. കണ്ടിട്ട് കൊള്ളാം, നന്നായിട്ട് ചെയ്തു. പിന്നെ ഞാൻ ഡബ്ബിങ്ങിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് ഉണ്ടായി. അതെനിക്ക് അന്നും ഫീൽ ചെയ്തു. അത് അച്ഛൻ അപ്പം തന്നെ തിയേറ്ററിൽ ഇരുന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടാ നീ ആ പോർഷൻ ഇങ്ങനെ ചെയ്തിരുന്നേ. അത് സിങ്കിന്റെ പ്രശ്നമല്ല, കുറച്ചുകൂടെ ചെറിയൊരു അടി പോലെയൊക്കെ പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ മനസ്സിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ വീണല്ലേ എന്ന് പറഞ്ഞ കാര്യം അച്ഛൻ ഉടനെ ഇപ്പുറത്തുനിന്ന് എൻ്റെ അടുത്ത് കണ്ട, അവിടെ കണ്ട. ഞാൻ മനസ്സിൽ കണ്ട സെയിം മിസ്റ്റേക്ക് ആണ് അച്ഛൻ കറക്റ്റിങ്ങോട്ട് തന്നെ പറഞ്ഞത്. അതൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ച് സൂപ്പർ ആയാനെ. അഭിമന്യു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻ ഫിസിക് ആൻഡ് വോക്കൽ എല്ലാം ഡെപ്ത് ഉള്ള ഒരാളാണ്. അപ്പം ഈ വില്ലൻ്റെ ഡയലോഗ് ഡെലിവറിയും കുറേയൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച ഒരാളാണ്. അതായത് ഏറ്റവും കൂടുതൽ സൈലൻ്റ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ വലിയ
ബോഡി വെച്ചുള്ള മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ കട്ടക്ക് ഡയലോഗ് പറഞ്ഞ കുറേ സീക്വൻസുകളുണ്ട്. അതെ ആ സീക്വൻസുകളൊക്കെ കണ്ടപ്പോഴത്തേന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് തിയേറ്ററിൽ അല്ലെങ്കിൽ കൂടെ ഇരുന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ സൂപ്പറാണ്, എനിക്കിത് പറ്റും ഇനിയും എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കത് പലയിടത്തും എന്താ പറയുക, കുറേ പോർഷനിൽ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചെയ്യാമായിരുന്നു. എനിക്ക് പലയിടത്തും ഞാൻ ചെയ്തതിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കുറച്ചുകൂടെ ഇതിലും കിടിലും ആയതിനെ ഇത് കൊള്ളാമെന്നല്ല, ബെറ്റർ ആക്കാമെന്ന് തന്നെ എനിക്ക് പലയിടത്തും ഫീൽ ചെയ്തിരുന്നത്. എനിക്കങ്ങനെ സൂപ്പർ എന്നൊന്നും പറയാനായിട്ട് എനിക്ക് ഇല്ല. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ ചെയ്തതിൽ എനിക്ക് ഇനി ബെറ്റർ ആക്കാൻ ഒരുപാടുണ്ട് അവിടെ. ഇനി ബെറ്റർ ആക്കാൻ ഏറ്റവും ഒരു അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഈ ഒരു ഫിലിമിൽ തന്നെ ഏറ്റവും ബെറ്റർ ആക്കാൻ തോന്നിയ ഒരു സീൻ ഏതായിരിക്കും? ഒരു സീൻ ഇല്ല, എനിക്ക് കുറേ സീനിൽ ഡബിങ്ങിൽ പലയിടത്തും അഭിനയിക്കുന്നതിൽ ഞാൻ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഇതിൽ ഞാനൊരു ഒരു മിനിമം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഡബിങ്ങിൽ ഞാനിപ്പോൾ എൻ്റെ ഡബിങ് എൻ്റെ അടുത്ത് റേറ്റ് ചെയ്യാൻ സ്വയം റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനൊരു 10 ഒരു 3 വരെ ഞാൻ റേറ്റ് ചെയ്യുള്ളൂ ഡബിങ്ങിൽ. ബാക്കിയിൽ ഞാൻ എനിക്ക് അത് മിസ്റ്റേക്സ് ഒന്നും അഭിനയത്തിൽ മിസ്റ്റേക്സ് ഒന്നും ഫീൽ. പക്ഷേ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത് ഡബിങ് തന്നെയാണ്. വലിയ പാടായിരുന്നു. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അന്നേരത്തെ ആ ഒരു ക്യാരക്ടറിൽ നിൽക്കുമ്പോൾ അടിക്കിടിക്കുന്ന അന്നേരത്തെ ആ ഒരു ക്ഷീണത്തിലും ആ ഒരു മഴ പെയ്യുമ്പോഴാണ് എന്തായാലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്തു പോകുന്നത്. ഡബിങ് വരുമ്പോൾ ഇതൊന്നും ഇല്ലാതെ AC മുറിക്കകത്ത് നമ്മൾ ഇരുന്നിട്ട് ഈ സാധനം നമ്മൾ ഇതുപോലെ നമ്മൾ റെക്രിയേറ്റ് ചെയ്യുക, ഒന്നും ഇല്ലാതെ റെക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പാടായിരുന്നു. ചുറ്റുപാടും ഒന്നും കാണാതെ മൂഡ് ക്രിയേറ്റ് അതെ, നമ്മൾ ആ ക്യാരക്ടർ ഇല്ലാത്ത ക്യാരക്ടർ നമ്മൾ അന്നേരം ഒന്നും ഇല്ലാതെ നമ്മൾ അന്നേരം ആവണമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. കുഴപ്പമില്ലാതെ ചെയ്തു, പക്ഷേ അപ്പോഴും ഓക്കെ ആയിരുന്നില്ല, എന്നാലും ചെയ്തെടുത്ത്. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തലമുറ ഫിലിം ഇൻഡസ്ട്രിയിലെ 2 തലമുറയിൽ കൃത്യമായിട്ട് ഒരു സ്ഥാനം ഉറപ്പിച്ചതാണ് ആ തിലകൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എന്താണ് പറയുക, അല്ലെങ്കിൽ ആ ഒരു സർനെയിം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ 3rd ജനറേഷനിൽ വന്ന ആളാണ് അഭിമന്യു ഫിലിമിലേക്ക് വന്നു. അപ്പോൾ അഭിമന്യുവിൻ്റെ ഒരു എൻട്രി മാർക്കബിൾ ആണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു മാർക്ക് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ആ ഒരു മാർക്ക് അവിടെ നിന്ന് മായാതെ സൂക്ഷിക്കാൻ പറ്റുക? അതാണ് ഇനി ഏറ്റവും എൻ്റെ ഒരു പേടി. കാരണം വലിയൊരു പ്ലേസ്മെന്റ് വലിയൊരു ഇതായിപ്പോ. അപ്പോൾ അത് കാരണം ഹനീഫ് സാർ എനിക്ക് ഇങ്ങനെ ഒരു സാധനം തന്ന് അത് ഇത്രയും വലിയൊരു സാധനം ഞാനത് കുഴപ്പമില്ലാതെ ചെയ്തു. അപ്പോൾ ഇനി അടുത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ താഴെ പോകാൻ പാടില്ലല്ലോ. ഒന്നുകിൽ ആ ലെവലിൽ തന്നെ ആ ലെവലെങ്കിലും നിൽക്കുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ അത് ഇപ്പം എൻ്റെ മനസ്സിൽ കറന്റ് ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഈ ഒരു സംഭവമാണ്. അടുത്തത് എന്താവും, ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, പറ്റിയില്ലെങ്കിലോ, ഒരുപടി താന്നാൽ എന്ത് ചെയ്യും, അതൊരു വലിയ പേടി. കാരണം ഇത്രയും ആളുകൾ ഓരോന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു പേടി നന്നായിട്ട് എനിക്കിപ്പോൾ ഉണ്ട്. വില്ലന്റെ ഹൃദയം പറിച്ചെടുക്കുകയാണെങ്കിലും ഈ പറിച്ചെടുത്ത വില്ലന്റെ ഹൃദയം ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്കാണ് കൊണ്ടു തന്നേക്കുന്നത്. കാരണം ഞങ്ങൾ ആ വില്ലൻ ഞങ്ങളുടെ മനസ്സിലുണ്ട് ശരിക്കും. അതൊരു ജസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല. എപ്പോഴും റസൽ എന്ന് പറയുന്ന കഥാപാത്രത്തെ അത്രയും ഡെപ്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. മാർക്കോയെയും എടുക്കുന്നെങ്കിൽ പോലും മാർക്കോ എന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ണിച്ചേട്ടനെ മുമ്പ് ഇഷ്ടംപോലെ സിനിമകളിലൂടെ ഉണ്ണിമുകുന്ദനെ ആളുകൾ നെഞ്ചിലേറ്റി. അപ്പോൾ പുതിയൊരാളെ ഞങ്ങൾക്ക് തരികയാണ് ഇൻഡസ്ട്രി. അത് ഉണ്ണിമുകുന്ദന്റെ ഈ ഒരു ബാനറിൽ വന്ന ഒരു സിനിമയിലൂടെ വരുന്നു. അത് ഇത്രയും ഡെപ്തിൽ വരുന്നു. ഇനി അടുത്ത ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഫ്യൂച്ചർ പ്രോജക്ട്സ് സംസാരിക്കുന്നേ ഉള്ളൂ. പലതും സ്ക്രിപ്റ്റ് കേട്ട് അതൊക്കെ സംസാരിക്കുന്നു, അത് ഉള്ള രീതിയിലാണ്. പിന്നെ 1-2 ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് കേട്ടു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണം ചിലപ്പോൾ ജാനുവരി ചിലപ്പോൾ ഒരു വർഷം സ്റ്റാർട്ട് ആയേക്കാം. ഒരെണ്ണം ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടാവുന്ന ഒരു മേഖലയാണ്. നായകനായിട്ട് വന്നാൽ നായകനായിരിക്കും, അല്ലെങ്കിൽ സഹനടനായിട്ട് വന്നാൽ സഹനടനായി പോകും. കൊമേഡിയൻ ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടർ ചെയ്യും. വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വില്ലൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് മാറിപ്പോകും. അപ്പോൾ ഈ ഒരു ടൈപ്പ് കാസ്റ്റിംഗിലേക്ക് മാറിപ്പോകും എന്നുള്ളൊരു പേടിയുണ്ടോ? ഒബിയസ്ലി പേടിയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ വില്ലനായിട്ട് വീണ്ടും വില്ലൻ ചെയ്യുന്ന വെച്ചാൽ ഈ പറഞ്ഞില്ലേ നല്ലൊരു ഐക്കോണിക് സാധനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലത്തെ ഒരു ഫ്രസൽ പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും. അല്ലെ പിന്നെ ഈ പറയുന്ന അങ്ങനത്തെ ഒരു ആക്ടറിൻ്റെ കൂടെ ആയിരിക്കണം. കീരിക്കാടൻ ജോസ് ആവും അടുത്ത റിസൾട്ട്. അടുത്തൊരു ഇപ്പോൾ കിരീടൻ ജസ്റ്റ് ഒരു 90 കാലഘട്ടത്തിന്റെ ഒരു കൊടൂരമായ വില്ല്. ഇപ്പൊ 2020 എന്ന് പറയാൻ പറ്റില്ല, 2020 കാലഘട്ടം അടുത്തൊരു ജനറേഷൻ ഗ്യാപ്പ് വന്നു. ഇപ്പൊ 2020 ഒരു കാലഘട്ടത്തിന്റെ ഒരു വില്ലനായിട്ട് ഐക്കോണിക് ആയിട്ട് റസൽ മാറണമെന്ന് ആഗ്രഹമുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതെ. ഇനിയിപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇനി സെലക്ഷൻസിൽ വരുമ്പോൾ നമുക്ക് എൻട്രി കിട്ടി. ഇനി പലപ്പോഴും പല ആളുകളും ഇൻഡസ്ട്രിയിൽ വന്നും വേഗം മാഞ്ഞു പോകുന്നതും അവസ്ഥയിലെന്ന് പറയുന്നത് സെലക്ഷൻ പ്രശ്നങ്ങളാണെന്ന് അവർ തന്നെ പറയാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ എന്താണ് ഇൻഡസ്ട്രിയിൽ നിൽക്കാത്തത്, ഞങ്ങളൊരു സിനിമ കഴിഞ്ഞു, അപ്പോൾ അടുത്തൊരു സിനിമ കിട്ടാൻ വേണ്ടി വേഗം സിനിമകളിൽ അഭിനയിച്ചു എന്നല്ലാതെ സെലക്ഷനിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം താങ്കൾ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സിലേക്ക് വരുമോ അടുത്ത സിനിമകളിലേക്ക് വരുമ്പോൾ? അത് ഒരുപാട് സിനിമകൾ ചെയ്യാതെ
ഇല്ല, ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യണം അങ്ങനത്തെ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്ന സാധനം നല്ലൊരു സാധനമായിരിക്കണം, അതേ ഉള്ളൂ. അല്ലാതെ വാരി വലിച്ച് ചെയ്യുന്നതിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഒന്നോ രണ്ടാണെങ്കിൽ പോലും ആ ഒരു സാധനം നല്ലൊരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അത് മതി. ഞാൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ആളുകൾ ഇപ്പോൾ ഈ റസൽ പോലൊരു ആളുകളിലേക്ക് എത്തിക്കുന്ന, ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം എനിക്ക് ചെയ്യണം, അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ശരിക്കും അടുത്ത ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു നായകനായിട്ട് പ്രതീക്ഷിക്കണം, ഒരു മാസ് നായകൻ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് നായകൻ. വെയിറ്റിംഗ് ആണ്, റിവീൽ ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനല്ല, ഞാനും അതിന് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം സംസാരിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല, ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴല്ലേ നമുക്ക് നേരിച്ച് കാണുമ്പോഴല്ലേ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടത്തുള്ളൂ, എന്ത് ക്യാരക്ടറാണ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനോട് വെയിറ്റിംഗ് ആണ്. ഫ്രണ്ട് സർക്കിൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ? കൊല്ലത്താണോ ഫ്രണ്ട് സർക്കിൾ? അല്ല, കൊല്ലം, എറണാകുളം പഠിച്ച എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ ഒരു വലിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അവിടെയും കാണും, അതുപോലെ നാട്ടിലും കാണും. അവരെല്ലാം സിനിമ കണ്ടിട്ട് എന്തൊക്കെയാണ് റിവ്യൂസ്? എല്ലാവരും ഒരുപാട് പേര് എന്നെ വിളിച്ചും നമ്പറില്ലാത്ത ഫേസ്ബുക്കിലും, കാരണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി എല്ലാവർക്കും നമ്പർ ഉണ്ടാണ്. ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാവരും മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. വിളിച്ചു അതൊക്കെ തന്നെ. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് ബാക്കിലേക്ക് വന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം സിനിമ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എപ്പോഴും ഒരു നായകൻ, ഈ ഒരു അല്ലെങ്കിൽ നായകൻ ഡയറക്ടർ ഈ ഒരു ഫേസിലായിരിക്കും എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഏതൊരു സിനിമയാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുമ്പോഴാണെങ്കിലും അതിൻ്റെ പ്രൊമോഷൻ വേളയിലാണെങ്കിലും ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്നത് അതിലൊന്നീ കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നായകൻ, നായിക, ഡയറക്ടർ. പക്ഷെ ഇപ്പം പ്രൊമോഷൻസിലേക്ക് വരുമ്പം നായകനെ പോലെ തന്നെ നായകന്റെ തുല്യനായി പ്രതിനായകൻ, പ്രതിന്ന് വെട്ടേണ്ട ആവശ്യം വരും. അപ്പം ഈ ഒരു അച്ചീവ്മെന്റ് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോവുക. ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു പ്രതീക്ഷ തിലകൻ ഫാമിലിയിൽ നിന്നുള്ള അടുത്തൊരു തിലകനാണ്. ആ തിലകക്കുറിയാവും മലയാള സിനിമയുടെ മാറട്ടെ. അങ്ങനെ ആവണമെന്നാണ് ഇത്. പക്ഷേ അച്ഛനും കൊടുത്ത പോലത്തുള്ള സപ്പോർട്ട് ജനങ്ങൾ എനിക്കും കൂടെ തന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു തുടക്കം വന്നു. അത് അവർക്ക് കൊടുത്ത അതേ സ്നേഹം ഞാൻ ഓഡിയൻസിൻ്റെ എനിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ അതിനോടുള്ളത് ഇപ്പോൾ ഈ മാർക്കോ ചെയ്തു ഒരുപാട് മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവും. അതെല്ലാം മെച്ചപ്പെടുത്തി ഇതിലും നന്നായിട്ട് അടുത്തൊരു പടം വരുമ്പോൾ, അടുത്തൊരു റോള് ഭാവിയിൽ ചെയ്യുമ്പോൾ അത് ബെറ്ററാക്കി ചെയ്യണം. ഓക്കെ. അപ്പം ന്യൂ ഇയർ ആണ്, 2025 വരുന്നു. റെസൊല്യൂഷൻ എന്താണ്? റെസൊല്യൂഷൻ ഒന്നുമില്ല, ഞാൻ ഓൾറെഡി റെസൊല്യൂഷനിലാണ്. കാരണം ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ സിനിമ ചെയ്യുന്ന സമയത്ത് ചേഞ്ച് വന്നു. ഞാൻ ഡയറ്റ് ഒന്നും ഒരിക്കലും ഫോളോ ചെയ്യാത്തൊരു മനുഷ്യനാണ്. എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനം, എന്തുണ്ടാലും ഞാൻ മേടിച്ച് കഴിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി വെച്ച്, ഞാൻ ജീവിതത്തിൽ ഇത്രയും എഫർട്ട് ഇട്ടൊരു സാധനം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത് ഈ മാർക്കോ എന്നുള്ള ഈ ഒരു റസൽ എന്നൊരു ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് ഇത്ര എഫർട്ട് ഇട്ട് ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ചെറിയ ബ്രേക്ക് എടുക്കുന്നുണ്ട്, എന്നാലും ഫോളോ അപ്പ് ചെയ്തിട്ട് പോകുന്നത്. ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല, ഡയറ്റും വർക്കൗട്ടും വിട്ടു കളഞ്ഞിട്ടില്ല. ഫിറ്റ്നസിന് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നത് ഇപ്പോൾ? ആ ടൈമിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ അത്രയേ ഉള്ളൂ. പക്ഷെ ആ ടൈമിൽ ഡെയിലി രാവിലെ ഞാൻ ജിമ്മിൽ പോകുമായിരുന്നു. അത് പക്ക ഉറക്കവും അതൊക്കെ ട്രെയിനർ ഉണ്ടായിരുന്നു. ട്രെയിനർ ആ രാവിലെ വൈകുന്നേരമായിട്ട് വന്ന് ചെയ്താൽ പോയത്. ഫിലിമിന്റെ ട്രെയിനേഴ്സ് ആയിരുന്നു? അല്ലല്ല, ഇതിനു വേണ്ടി ഞാൻ ഇവിടെ തന്നെ കൊല്ലത്തന്നെയുള്ള എൻ്റെ ഒരു ട്രെയിനർ, ഒരു തമീം എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ ജിമ്മിലോട്ട് സപ്പോർട്ട് ചെയ്യും, നന്നായിട്ട് ചെയ്യിപ്പിച്ചു. ആ ചേഞ്ച് നല്ല ഇതായിരുന്നു, ഭയങ്കര ചേഞ്ചായിരുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.